ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പറയുന്ന ജ്യോതിഷ സംബന്ധമായ വിഷയം 1201 ആണ്ട് മലയാള പുതുവർഷ ഫലമാണ് ഞാനിന്നിവിടെ പറയുന്നത്. അത് കൂറുഫലമാണ് പറയുന്നത്, രാശിക്കൂറ് ഫലം. അതിൽ കുംഭക്കൂറിന്റെ ഫലമാണ് ഇപ്പോൾ ഞാനിവിടെ പറയുന്നത്. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടം, മര, ചതയം, പുരുരുട്ടാതി, മുക്കാലി. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ്? അവിട്ടം പകുതി, ചതയം, പുരുരുട്ടാതി, മുക്കാലി. ഈ നക്ഷത്രക്കാർക്ക് ഈ പുതുവർഷത്തിൽ, അതായത് ഈ മലയാള പുതുവർഷത്തിൽ 2025 ഒക്ടോബർ 18 വരെ വേഴം 5-ലും അതിനുശേഷം 6-ലും, 2025 ഡിസംബർ 5-ന് ശേഷം വേഴം 5-ലും, 2025 ജൂൺ 1-ന് ശേഷം വേഴം 6-ലും, ശനി 2-ലും, രാഹു ജന്മത്തിലും കേതു 7-ലും വരുന്നതിനാൽ പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് ഈ ഗോചരപരമായിട്ട് ഈ നക്ഷത്രക്കാർക്ക് വരുന്ന ഫലം. കൂടാതെ ഇവർക്ക് 7.5 ശനിയുടെ കാലവും കൂടിയാണ്. ഈ കുംഭക്കൂറുകാർക്ക് 7.5 ശനി സമയവും കൂടിയാണ്. അതും കൂടി ഫലത്തിൽ വരുന്നതാണ്. എന്നിരുന്നാലും ഈ ഇവരുടെ ഫലം, ഈ പുതുവർഷ ഫലത്തിൽ കർമ്മ ഭാഗത്ത് ഗുണമാണ് കാണുന്നത്. കർമ്മസിദ്ധി ഉണ്ടാവും, പ്രവർത്തന കാര്യങ്ങളിൽ വിജയം ഉണ്ടാവും, ചെയ്യുന്ന കാര്യങ്ങൾ വിജയിക്കാനുള്ള സാധ്യത കൂടുതലായി കാണാവുന്നതാണ്. അതുകൂടാതെ ജനസഹായം, ജനങ്ങളിൽ നിന്ന് സഹായം, ബഹുജനങ്ങളിൽ നിന്നുള്ള സൽകീർത്തി, ഇതെല്ലാം ഇവർക്ക് കിട്ടാവുന്നതാണ്. ദാമ്പത്യപരമായി ഈ നക്ഷത്രക്കാർക്ക് നല്ല സമയമാണ്. ദാമ്പത്യ സുഖം കിട്ടുന്ന ഒരു സമയമാണ്. ഭൂമി ലാഭം കിട്ടാവുന്നതാണ് ഇവർക്ക്. ഭൂമി ലാഭം, ഭൂമി എന്ന് പറയുമ്പോൾ ഭൂമി വാങ്ങാനോ അല്ലെങ്കിൽ ഭൂമിയിൽ നിന്ന് ലാഭം കിട്ടാനോ അല്ലെങ്കിൽ ഭൂമി വാങ്ങാൻ കരാർ എഴുതാനോ ഒക്കെ പറ്റിയ ഒരു സമയമാണ്. ഭൂമി ലാഭമായി അങ്ങനെ കാണാം. അതുകൂടാതെ വിവാഹാദി മംഗളകർമ്മങ്ങൾക്ക് നല്ല സമയമാണ് ഇവരെ സംബന്ധിച്ച്. വിവാഹം നടക്കാനിരിക്കുന്നവർക്ക്, വിവാഹം ഉറപ്പിച്ചു വെച്ചിരിക്കുന്നവർക്ക് വിവാഹം നടക്കാനും, അതേപോലെ വിവാഹ കാര്യങ്ങളെ പറ്റി ചിന്തിക്കാനും, വിവാഹ കാര്യങ്ങൾക്ക് നല്ല ഒരു വിവാഹ നേട്ടങ്ങൾ ഉണ്ടാവുന്ന ഒരു സമയമാണ് ഈ സമയം ഈ നക്ഷത്രക്കാർക്ക്. ദൂരയാത്ര ഉദ്ദേശിക്കുന്നവർക്ക് ദൂരയാത്ര പോകാനൊക്കെയുള്ള അവസരം വന്നു ചേരും. ദൂരയാത്രക്ക് പോകാൻ അതിനുള്ള ഗുണങ്ങളും ഉണ്ടാകും. സ്ഥാനചലനങ്ങൾ ഉണ്ടാകാം. എന്നാൽ ഇവർക്ക് സ്ഥാനചലനം, അതായത് ഇവരിപ്പോ വഹിച്ചുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും സ്ഥാനത്ത് ഇവര് ഇപ്പൊ ഏതെങ്കിലും സ്ഥാനത്ത് ഇരിക്കുന്നുണ്ടെങ്കിൽ ആ സ്ഥാനത്ത് നിന്ന് ചലനം ഉണ്ടാകാൻ, അതായത് ആ സ്ഥാനം പോകാനോ അല്ലെങ്കിൽ പുതിയതായി വേറെ ഏതെങ്കിലും സ്ഥാനത്ത് വരാനോ ഈ സമയം ഇവർക്ക് അതിന് പറ്റിയതാണ്. കൂടാതെ വ്യാപാര സംബന്ധമായ, കച്ചവട സംബന്ധമായ കാര്യങ്ങൾക്ക് ഇവർക്ക് ഗുണകരമാണ്. കച്ചവടം ചെയ്താൽ അതിന് നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമായിരിക്കും. എന്നാൽ ഇത് കൂടാതെ ചില അനിഷ്ട കാര്യങ്ങളും ഈ വർഷത്തിൽ, ഈ മലയാള പുതുവർഷത്തിൽ ഈ നക്ഷത്രക്കാർക്ക് വരാവുന്നതാണ്. എന്തൊക്കെയാണ്? കൃഷി സംബന്ധമായി നഷ്ടം ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. കൃഷിയിൽ നഷ്ടം ഉണ്ടാകാം. കുടുംബത്തിൽ വിരോധം ഉണ്ടാകാം. കുടുംബ വിരോധം, അതായത് കുടുംബത്തിലെ മറ്റംഗങ്ങളോ ആയിട്ടൊക്കെ വിരോധം ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയും കാണാവുന്നതാണ്. വിദ്യാതടസ്സം, വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദ്യാതടസ്സം ഉണ്ടാകാം. പരീക്ഷകളിൽ തോൽവി, അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാം. പിന്നെ അലസത, മടി, ഇതെല്ലാം വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകാവുന്നതാണ്. പിന്നെ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. ശത്രുജനങ്ങളിൽ നിന്നും, അതായത് ശത്രുക്കളുള്ളവർക്ക് ശത്രുവിരോധം ഏൽക്കാനും ശത്രുപീഡ ഏൽക്കാനൊക്കെ സാധ്യതയുള്ളതാണ്. മനോവ്യസനം,
കൂടാതെ ഇവർക്ക് മൊത്തം ഒരു മനോവിഷമം ഉണ്ടാകാവുന്ന കാര്യങ്ങളും വന്ന് സംഭവിക്കുന്നതാണ്. വിദേശത്തുള്ളവർക്കും തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇവർ വിദേശത്ത് പോയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് തടസ്സങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. രോഗവും ദുരിതങ്ങളും ഇവർക്ക് ഉണ്ടാകാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇവരെ സംബന്ധിച്ച് കുറച്ച് നല്ല കാര്യങ്ങൾ നല്ലതായി വരികയും കുറച്ച് ചീത്ത കാര്യങ്ങൾ വരികയും ചെയ്യുന്ന ഒരു വർഷമാണ് ഈ പുതുവർഷത്തിൽ കാണുന്നത്. ഇവർ ദോഷശാന്തിക്കായി ഈ നക്ഷത്രക്കാർക്ക് 7.5 ശനിയാണല്ലോ. അപ്പോൾ 7.5 ശനിയുടെ ദോഷം മാറുന്നതിന് വേണ്ടി ഇവർ ശാസ്താപ്രീതി നടത്തുന്നത് നല്ലതാണ്. ശാസ്താക്ഷേത്രങ്ങളിൽ എള്ള് തിരി കത്തിച്ച് ശാസ്താവിനോട് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. കൂടാതെ ശാസ്താവിന് നീരാഞ്ജനം, പിന്നെ എള്ള് നിവേദ്യം, എള്ള് പായസം, ശനീശ്വര പൂജ ഇതെല്ലാം ശാസ്താവിന് ചെയ്യാവുന്നതാണ് ഈ ദോഷം മാറുന്നതിന് വേണ്ടി. എന്നാൽ വഴിപാടിനേക്കാൾ ഉപരി ഇവർക്ക് ചെയ്യാവുന്ന ശനിക്ക് പ്രീതികരമായിട്ടുള്ള മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അത് ദാനധർമ്മങ്ങളാണ്. ശനിയെ സംബന്ധിച്ച് വഴിപാടിനെക്കാട്ടും കൂടുതൽ അവർ ശനിക്ക് പ്രീതികരമായി വരുന്നത് വഴിപാടുകളാണ്. ആ വഴിപാട് ആർക്ക് ചെയ്യണം? അതായത് വൃദ്ധന്മാർക്കോ വൃദ്ധകൾക്കോ മുടന്തന്മാർക്കോ അല്ലെങ്കിൽ അംഗവൈകല്യം വന്നവർക്കോ ഒക്കെയാണ് കൂടുതൽ ദാനധർമ്മങ്ങൾ ഇവരുടെ കൈകൊണ്ട് ചെയ്യണം. മറ്റുള്ള ആൾക്കാരെ കൊണ്ട് കൊടുപ്പിച്ചിട്ട് കാര്യമില്ല. ഇവരുടെ കൈകൊണ്ട് തന്നെ ദാനധർമ്മങ്ങൾ ചെയ്താൽ ഇവരുടെ ഇപ്പോഴത്തെ ആ 7.5 ശനി ദോഷത്തിൽ നിന്നും ഇവർക്ക് മുക്തി നേടാൻ സാധിക്കും. ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.